എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഒരു പയ്യനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ആൾതാമസമൊന്നും ഇല്ലാത്ത ഒരു ബിൽഡിങ്ങിലൂടെ അങ്ങനെ നടന്നു വരും. അവിടെയാണെങ്കിൽ മുഴുവൻ ഡാർക്ക്. അവൻ ചുറ്റും നോക്കും, അവിടെ എവിടെയും ആരെയും കാണാനില്ല. അപ്പോൾ ചുമരിൽ ഒരു വലിയ മിറർ അവൻ കാണുകയാണ്. അവൻ ആ മിററിന്റെ അടുത്തേക്ക് വരും. അടുത്ത നിമിഷം അവനെ ആ മിററിലൂടെ ആരോ അബ്സോർബ് ചെയ്തെടുക്കും. കട്ട് ചെയ്താ ഇപ്പൊ അക്കാദമിയിലെ കുട്ടികളെ കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഈ സ്റ്റോറി എല്ലാം കേട്ട് പേടിച്ചു നിൽക്കും. അവിടേക്ക് പുതുതായിട്ട് വന്ന ഒരു ലേഡിയാണ് ഈ സ്റ്റോറി എല്ലാം ഇപ്പൊ അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഒരു പയ്യനാണെങ്കിൽ പേടിച്ച് ഹീമാവരിയെ അങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുകയാണ്. ഹീമാവരിക്കാണെങ്കിൽ ആ സ്റ്റോറി ഒക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ്. എന്തുകൊണ്ട് നമുക്ക് അവിടേക്ക് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തുകൂടാ? തീർച്ചയായിട്ടും അവിടുത്തെ രഹസ്യം അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവിടേക്ക് വരാൻ തയ്യാറാണെന്ന് പറയും. ഉടനെ ബാക്കിയുള്ള സ്റ്റുഡൻസും കൈ ഉയർത്തുകയാണ്. കവാക്കിക്ക് മാത്രം ഇതിലൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അവനാണെങ്കിൽ പ്രിൻസസിനെ തന്നെ നോക്കിയിരിക്കും. അവൾ മാത്രം ഇതിന് പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്കും അതിന് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന അടുത്ത നിമിഷം തന്നെ അവൾ കൈ ഉയർത്തി ഞാനും നിങ്ങളോടൊപ്പം വരുന്നുണ്ടെന്ന് പറയാണ്. കവാക്കിക്കാണെങ്കിൽ അവന്റെ കൺട്രോൾ പോവും. അങ്ങനെ സ്റ്റുഡൻസും ആ ഒരു പെണ്ണും അവരെല്ലാവരും ഇപ്പൊ ആ ഒരു ബിൽഡിംഗും നോക്കി പോകാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ അവർ കളക്ട് ചെയ്യും. ഇവിടെയുള്ളൊരു ക്യാറ്റ് പെണ്ണാണെങ്കിൽ അവളുടെ കയ്യിലുള്ള ഒരുപാട് തിങ്സ് അവർക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും ഞാൻ തരാം, എന്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും എന്തൊക്കെയോ അവളുടെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്കിടും. ഇവിടെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴായിരിക്കും ഷീനോ ആളവിടേക്ക് കടന്നു വരിക. നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞെങ്കിൽ ഇത് ചെയ്ത് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പോകണം, എനിക്ക് ക്ലാസ് മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറയാണ്. അവർക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. ഉടനെ ഒരു പെൺകുട്ടിയാണെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കും, മാസ്റ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിപ്സു പവർ ഉപയോഗിച്ച് ഈ സ്കൂൾ മുഴുവൻ ക്ലീൻ ചെയ്തൂടെ? അത് കേട്ട് ഷിനോ ആണെങ്കിൽ ചിരിക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ് ആ ക്ലാസ് റൂം ആണെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങും. കുട്ടികൾ ഉടനെ ആ ഒരു ഹൊറർ ബിൽഡിംഗ് തേടി അവിടേക്ക് ഓടി പോവാണ്. അതേസമയം കൊവാക്കി ആണെങ്കിൽ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ ക്ലാസ് റൂം അത് ഞാൻ ക്ലീൻ ചെയ്തോട്ടെ? അതിനാൾ വേണ്ട എന്ന് തീർത്തു പറയാണ്. ഷിനോ ആണെങ്കിൽ കൊവാക്കി ആണെങ്കിൽ ഒരുപാട് നിരാശയോടുകൂടെ ആ പ്രിൻസസിന്റെ കൂടെ ഹൊറർ ബിൽഡിങ്ങിലേക്ക് വരികയാണ്. കുട്ടികൾക്കാണെങ്കിൽ ആ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പേടി തോന്നും. പ്രിൻസസ് കൂളായി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാണ്. ഉടനെ കൊവാക്കി ആണെങ്കിൽ പ്രിൻസസിന്റെ അടുത്തേക്ക് ഒന്ന് ചോദിക്കും, നീ എന്താ ഒറ്റയ്ക്ക് പേടിയില്ലാതെ ഇവിടേക്ക് വന്നേ? അതിന് അവള് പറയും, ആക്ച്വലി ഇവിടെ ഹൊററോ പ്രേതോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല, ഇതൊക്കെ വെറും കെട്ടുകഥയാണ്. കൊവാക്കി, നീയും എന്നെ പോലെ മെച്ചുറല്ലേ, നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഞാനും എൻ്റെ അസിസ്റ്റന്റും ചേർന്ന് ഇന്ന് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവളുടെ അസിസ്റ്റന്റിനെ വിളിക്കുകയാണ്. ഉടനെ അസിസ്റ്റന്റ് ആണെങ്കിൽ അവന്റെ ബോഡിയിൽ ഒരു പ്രത്യേക തരത്തിൽ പെയിന്റിംഗ് ഒക്കെ അടിച്ച് അവിടേക്ക് വരികയാണ്. കൊവാക്കിക്കാണെങ്കിൽ അവളുടെ പ്ലാൻ ഒന്നും ഒട്ടും ഇഷ്ടാവില്ല. അവൻ അവിടുന്ന് തിരികെ പോകാനായിട്ട് ശ്രമിക്കും. അതിന് പ്രിൻസസ് ആണെങ്കിൽ അവനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് കൊവാക്കി, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എന്നോടൊപ്പം ഈ പ്ലാനിൽ നീയോ ഉണ്ടാവണം, എനിക്ക് നിന്റെ ഹെൽപ്പ് ആവശ്യമാണെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ഇപ്പോ അസിസ്റ്റന്റ് ആണെങ്കിൽ അവന്റെ ബോഡിയിലും പെയിന്റ് ഒക്കെ അടിച്ച ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ ലേഡിയും ഹീമാവരിയും കുട്ടികളും അവരെല്ലാവരും പതിയെ പതിയെ നടന്ന് അതിന്റെ അകത്തേക്ക് വരികയാണ്. ഹീമാവരിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ്, പക്ഷെ ഒരുപാട് കുട്ടികൾക്കാണെങ്കിൽ അവരുടെ മനസ്സിൽ നല്ല രീതിയിൽ പേടിയും തോന്നും. അവരാണെങ്കിൽ ഡോർ തുറന്ന് ഒരു അനാട്ടമി ലാബിലേക്ക് വരും. അടുത്ത നിമിഷം പ്രിൻസസിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കൊവാക്കിയും അവളുടെ അസിസ്റ്റന്റും അവർ രണ്ടുപേരും അതുവഴി അങ്ങനെ പാസ് ചെയ്യാണ്. ആ കാഴ്ചകൾ കണ്ട് കുട്ടികൾ ഞെട്ടും. ആ ലേഡി ആണെങ്കിൽ പേടിച്ച് അവിടുന്ന് ഓടുകയാണ്. ആണെങ്കിൽ ഇവിടെ ഭയങ്കര സന്തോഷം. അതിനുശേഷം ഹിമാവരിയാൻ ടീം അടുത്തൊരു പോലുള്ള ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അവിടേക്ക് ഇപ്പോൾ ഒരുപാട് കത്തികൾ അങ്ങനെ ചേറി പാഞ്ഞു വരും. കുട്ടികളാണെങ്കിൽ പേടിച്ച് ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കും. അത് കേട്ട് ഹീമാവരി ആണെങ്കിൽ ലൈറ്റ്സ് ഓൺ ചെയ്യാണ്. ലൈറ്റ്സ് ഓൺ ചെയ്യേണ്ട താമസം ആ അറ്റാക്ക് സ്റ്റോപ്പ് ആവും. അതിനുശേഷം അവര് അതിനോട് ചേർന്നുള്ള ടോയ്ലറ്റിലേക്ക് വരും. അടുത്ത നിമിഷം ആ ടോയ്ലറ്റിൽ നിന്ന് രക്തം പുറത്തേക്ക് ചീറ്റുകയാണ്. ഇപ്രാവശ്യം കുട്ടികൾക്ക് ആർക്കും തന്നെ അവിടെ പിടിച്ചു നിൽക്കാനാവില്ല. അവർ ഉച്ചത്തിൽ നിലവിളിച്ച് പുറത്തേക്ക് ഓടുകയാണ്. കൊവാക്കിയാണെങ്കിൽ ഒരു ഭാഗത്ത് അത്ഭുതത്തോടു കൂടെ അസിസ്റ്റന്റിനെ നോക്കുകയാണ്. അസിസ്റ്റന്റ് പറയും, ഞാൻ ഒരു കാലത്ത് നല്ലൊരു ഷിനോബി ആയിരുന്നു, എനിക്ക് വാട്ടർ സ്റ്റൈൽ പവറൊക്കെ യൂസ് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞ് അവരങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ കുട്ടികൾ അവർ നിലവിളിച്ച് ഓടി പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവരുടെ തൊട്ടു പിന്നാലെ ഒരു ശില അവരെ ഫോളോ ചെയ്ത് അങ്ങനെ വരികയാണ്. ഹീമാവരി ആണെങ്കിൽ ഇപ്പൊ ആ ശിലയിലേക്ക് അവളുടെ വ്യാഹു കണ്ണുപയോഗിച്ച് നോക്കുകയാണ്. അപ്പോൾ അവള് കാണും ആ കല്ലിന്റെ പുറകിലായി അവാക്കയും അസിസ്റ്റന്റും ആ പ്രിൻസസ് പെണ്ണും. ഹീമാവരിക്കാണെങ്കിൽ ഏകദേശം കാര്യം പിടികിട്ടി അവൾ ചിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ പ്രിൻസസ് അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അതിന് ആ അസിസ്റ്റന്റ് പറയും,
അവൾ ഒരുപാട് ദിവസമായി വളരെ ഡള്ളാണ്. കാരണം അവൾക്ക് ഇവിടെ നല്ല ഫ്രണ്ട്സ് ഒന്നുമില്ല. അവൾ അവളുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നവളാണ്. എപ്പോഴും അവൾ അവളുടെ ബ്രദറിന്റെയും ഫ്രണ്ട്സിന്റെയും കൂടെയാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ ടൈം സ്പെൻഡ് ചെയ്യാറ്. ഇതുപോലുള്ള കൊച്ചു കൊച്ചു കുസൃതികളൊക്കെ ചെയ്തും അവളുടെ അനുജനുമായിട്ട് കൂട്ടുകൂടെയും കളിച്ചും അങ്ങനെ അവൾ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പോ പഴയ സന്തോഷം അത് അവളിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നത് മുതൽ അവൾ ആകെ ഒറ്റപ്പെട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ പതിയെ അവൾ ചേഞ്ച് ആവുകയാണെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ആണെങ്കിൽ അങ്ങനെ ചിരിക്കും. അത് കേൾക്കുമ്പോൾ കവാക്കിക്കാണെങ്കിൽ അവളെ കൂടുതൽ സന്തോഷിപ്പിക്കാനായിട്ട് തോന്നുകയാണ്. കവാക്കിയാണെങ്കിൽ ഇപ്പോൾ അവളോട് പറയും, ഈ ഒരു ഗെയിം ഒരുപാട് ഇഷ്ടമായി, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഇനി അവരെ പ്രാങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അടുത്ത പ്രാങ്കിന് തയ്യാറാവും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ സ്റ്റുഡൻസ് അവരാണെങ്കിൽ ആ ബിൽഡിങ്ങിന് പുറത്തുള്ള ഇറൂക്ക സെൻസായുടെ ഒരു ഫോട്ടോയിലേക്ക് തന്നെ നോക്കും. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാർ അവരുടെ പവർ ഉപയോഗിച്ച് ആ ഒരു ഫോട്ടോ ചലിപ്പിക്കുകയാണ്. ആറ്റുപെണ്ണാണെങ്കിൽ അത് കാണേണ്ട താമസം അവളുടെ കയ്യിലുണ്ടായിരുന്ന സാധനമൊക്കെ വലിച്ചെറിഞ്ഞ് രക്ഷപ്പെട്ട് ഓടും. കവാക്കിക്കും പ്രിൻസസിനും അസിസ്റ്റന്റിനും അവർക്കാണെങ്കിൽ ആവേശം കൂടി വരികയാണ്. അതിനുശേഷം 6ാമത്തെ പോയിന്റിലേക്ക് അവർ കടന്നു വരും. ഒരു മിററുള്ള ഭാഗം. ഇവിടെ കുട്ടികളുടെ സെറ്റിലാണെങ്കിൽ ഇനി ബാക്കിയുള്ളത് 3 പേരാണ്. ഹീമാവരിയും അവളുടെ 2 ഫ്രണ്ട്സും. അവരാണെങ്കിൽ പേടിയോടുകൂടെ ആ മിററിന്റെ അടുത്തേക്ക് വരും. അടുത്ത നിമിഷം ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് എന്തോ ഒരു രൂപം അവരുടെ മുൻപിലേക്ക് വരികയാണ്. 2 കുട്ടികളാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ബോധം കിട്ടു വീഴും. പക്ഷെ ഹീമാവരി മാത്രം പേടിക്കാതെ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ കവാക്കിയാണെങ്കിൽ പ്രിൻസസിനോട് പറയും, വാവ്, നിന്റെ അസിസ്റ്റന്റ് ആള് വേറെ ലെവലാണ്, അവരെ ശരിക്കും ആള് പേടിപ്പിക്കുന്നുണ്ടെന്ന് പറയും. അതിന് പ്രിൻസസ് പറയും, ഇവൻ ഇത്ര എബിലിറ്റി ഉണ്ടായിരുന്ന കാര്യം ഞാനും ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞ് അവർ തിരിഞ്ഞു നോക്കും. അവരുടെ തൊട്ടടുത്ത് അസിസ്റ്റന്റ് നിൽക്കുകയാണ്. നിങ്ങൾ എന്നെ കുറിച്ചാണോ പറയണേ? ഇവിടെ തന്നെയുണ്ട്, അത് ഞാനല്ല എന്ന് പറയും. അത് കേൾക്കേണ്ട താമസം കവാക്കി അങ്ങനെ ചാടി വന്ന് ആ രൂപത്തിനെ ഞെട്ടിക്കുകയാണ്. പക്ഷെ ആ രൂപമാണെങ്കിൽ നൈസായിട്ട് ഡൈവേർട്ട് ചെയ്ത് ഇപ്പൊ ക്വീന്റെ പിന്നാലെ പോവാണ്. അത് കണ്ട് കവാക്കി പറയും, ഹീമാവരി സേഫ് ആയിട്ടൊരു ഭാഗത്ത് നിൽക്കണം, അതൊരു പക്ഷെ അസാസിനാവും, ക്വീനെ തകർക്കാനായിട്ട് അവളുടെ പിന്നാലെ എത്തിയതാവുമെന്ന് പറഞ്ഞ് അവൻ അതിന്റെ പിന്നാലെ ഓടും. ആ ഒരു തുണിയാണെങ്കിൽ ഇപ്പൊ ക്വീനിൽ നിന്ന് ഡൈവേർട്ടായി പുറത്തേക്ക് പോവാണ്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ 3 പേരും പുറത്തേക്ക് ഓടിയെത്തും. അതിനുശേഷം അത് ഞൊടിയിടയിൽ ഒരു രൂപമായിട്ട് മാറും. പിന്നീട് അത് വീണ്ടും അവിടുന്ന് പറന്ന് അനാട്ടമി ലാബിലേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാർ ആ തുണിയെ ഫോളോ ചെയ്ത് അവിടേക്ക് എത്തും. അപ്പോഴായിരിക്കും അവർ ക്രിയേറ്റ് ചെയ്ത അതേ രൂപത്തിലൊരു ബൊമ്മ അവരുടെ അടുത്തേക്ക് വരിക. കൊവാക്കിയാണെങ്കിൽ അതിനെ അടിച്ച് താഴെയിടും. എന്നിട്ട് വീണ്ടും അതിന്റെ പിന്നാലെ ഓടും. പ്രിൻസസിനാണെങ്കിൽ അതെല്ലാം കണ്ട് ഒരുപാട് പേടി തോന്നും. പക്ഷെ കൊവാക്കിയാണെങ്കിൽ അതിനെ വിടാൻ തയ്യാറാവാതെ അതിന്റെ പിന്നാലെ ക്ലാസ് റൂമിലേക്ക് വരികയാണ്. അപ്പൊ കൊവാക്കി കാണും തറയിലൂടെ ഒരു രൂപം വളരെ സ്പീഡിൽ മൂവ് ചെയ്യാണ്. കൊവാക്കിയാണെങ്കിൽ അതിന്റെ പിന്നാലെ പോയി അതിനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം ഒരു പ്രത്യേകതരം ലിക്വിഡ് അതിന്റെ ദേഹത്ത് വീണ് അങ്ങനെ വിസിബിൾ ആയിട്ട് വരികയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഷീനോ സെൻസായി. നമ്മുടെ ആൾക്കാരാണെങ്കിൽ സെൻസായി കണ്ട് വണ്ടർ അടിക്കുകയാണ്. ഓ നോ സെൻസായി, ഇത് നിങ്ങളായിരുന്നോ? നിങ്ങൾ കരുതിയത് ഇതെല്ലാം റിയൽ കോസ്റ്റ് ആയിരിക്കും എന്നാണ്. അതിന് സെൻസായി ചിരിക്കും. ഞാനിവിടെ ക്ലീൻ ചെയ്യായിരുന്നു, ആ തുണി എന്റെ ഇൻസെക്റ്റിനെ ഉപയോഗിച്ചാണ് ഞാൻ അങ്ങനെ ഫ്ലൈ ചെയ്ത് കൊണ്ടുപോയെന്ന് പറയും. ഉടനെ ഹീമാവരിയും അവളുടെ 2 ഫ്രണ്ട്സും അവിടേക്ക് വരികയാണ്. ഹീമാവരിക്കാണെങ്കിൽ ഏകദേശം കാര്യമൊക്കെ മനസ്സിലാവും. അതിനുശേഷം അവരെല്ലാവരും തിരികെ പോവാണ്. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ കുട്ടികളെല്ലാവരും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും പരസ്പരം ഡിസ്കസ് ചെയ്യുക. പലർക്കും അത് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. അവരെല്ലാവരും വലിയൊരു അത്ഭുത കഥ കേൾക്കുന്നത് പോലെ അതങ്ങനെ കേട്ടിരിക്കും. കവാക്കിയാണെങ്കിൽ ഇവിടെ ഹേമാവരിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൾക്കാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. പ്രിൻസസിന്റെ സന്തോഷം അത് കണ്ട് അവൾ എല്ലാ കാര്യങ്ങളും മനസ്സിലൊതുക്കി അങ്ങനെ സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. കവാക്കിയാണെങ്കിൽ ഇപ്പോൾ അവളോട് ചോദിക്കും, എനിക്കറിയാം നീ വ്യാഹു കണ്ണുവെച്ച് ഞങ്ങളുടെ സീക്രട്ടൊക്കെ കണ്ടുപിടിച്ചെന്ന്. യഥാർത്ഥത്തിൽ നീയാണ് റിയൽ മെച്യൂർ ആയിട്ടുള്ള കുട്ടി എന്ന് പറഞ്ഞ് അവൻ അവളെ നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.